ഹരി ഓം. ഇന്ന് കർക്കിടകം 12 രാമായണ പാരായണം ആരംഭിക്കുകയാണ്. ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ധ്യായേതാജാനുബാഹും ശ്രുതിശ്രുതൻഷം ബദ്ധപത്മാസനസ്ഥം പീതം വാസോപസാനാം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദദതമുരിചടാമണ്ഡലം രാമചന്ദ്രം. ഓം നമോ നാരായണായ. അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടുരാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചെന്നാൻ. രക്ഷസം പ്രവർന്നിരിക്കുന്നതോ മുനി, പക്ഷകനിവനെ നീ കണ്ടതില്ലയോ സഖേ? വില്ലിങ്ങ തന്നീടു നീ ഭീതിയുണ്ടാകില്ല. കൊല്ലുവനിവനെ ഞാൻ വൈകാതിനിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിദ്ധം രാമൻ ചൊന്നതു കേട്ടു പക്ഷി ശ്രേഷ്ഠനും ഭയപീഡിതനായി ചെന്നാൻ. മധ്യനല്ലഹം തവ താതന് ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്സിനറിഞ്ഞാലും നിന്തിരുവടിക്ക് ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ. ഹന്തവ്യ നല്ല ഭക്തനാം ഭവഭക്തനാം ജടായു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായ ആശ്ലേഷം ചെയ്തു നൽകിനാനുഗ്രഹം. എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്ത് വസിക്ക നീ സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കിങ്കര പ്രവരനായി വാഴുക മേലിൽ ഭവാൻ എന്നരുൾ ചെയ്തു ചെന്നു പൊക്കിതു പഞ്ചവടി തന്നിലാം മാറു സീതാലക്ഷ്മണ സമേതനായി. പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി. പർണ പുഷ്പങ്ങൾ കൊണ്ട് തൽപ്പവുമുണ്ടാക്കിനാൻ. ഉത്തമം ഉത്തമ ഗംഗാ നദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകി ദേവിയോടും. കദളീവന സാമ്രാജ്യാഖില ഫലവൃക്ഷാവൃതകാനനേ ജനസംബോധ വിവർജിതേ. നീരുജലസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമനയോധ്യയിൽ വാണതോ പോലെ വാണാൻ. ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ചാപമാണവും ധരിച്ച അസ്തയാ രക്ഷാർത്ഥമായി നിന്നീടും ഭക്തിയോടെ. സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാലേ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രിവാനിയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണൻ ഒരു ദിനമേകാന്തേ രാമദേവൻ തൃക്കടൽ ഗോപി വിനയാനതനായി ചെന്നാൻ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോട് ജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തീ
ചെല്ലണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനത് കേട്ട് ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തിത് വഴി പോലെ കേട്ടാലുമെങ്കിൽ അതീ ഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അൻപോട് പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാം സസ്വരൂപത്തെയും വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാവിടൂ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാ സംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്ന് ജഗത്രയേ മായാലാകുന്നത് നിർണയമതിനാലെ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളൊന്നു രണ്ട് രൂപം മായയ്ക്കെന്നറിയ സൗമിത്രീ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയ അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാ വിദ്യാരൂപവുന്നതും സംഘാദിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യായുധം മറ്റേതാനന്ദ പ്രാപ്തികേതുഭൂതെന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനീ വിശ്വമെടോ മായ ഉണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു. രഞ്ജു ഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കില്ലേതുമൊന്നില്ലല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മനസ്സ് തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്ന സന്നിഭം വിചാരിക്കലല്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം. തന്മൂലം പുത്രകളദ്രാദി സംബന്ധമെല്ലാം ദേഹമായത് പഞ്ചഭൂത സഞ്ചയമയം. ദേഹസംബന്ധമായ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധിയും മനസ്സും ചിത്തമൂല പ്രകൃതി എന്നതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയം. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ. കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല, രണ്ടും ഒന്നത്രേ നൂനം. ഭേദമുണ്ടെന്ന് പറയുന്നത് ജന്മാരല്ലോ. മാനവും ഡംഭം ഹിംസാവക്രം കാമം ക്രോധം മനസ്സേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേവാദികളും സഹിച്ചു സമബുദ്ധ്യാന്യോഭാവവും അകലക്കളഞ്ഞൊരു ദിനം ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്തു നിജചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസാവചനദേഹങ്ങളെ ഇടക്കി തന്നെ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാ
അറിയാതെ ജനന മരണങ്ങളെ ചിന്തിച്ചുള്ളിലനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേദ്യവിധ ജപത്തോടും പുത്രധാരാർത്ഥാദിഷു സ്നേഹത്വം ചെയ്തു ശക്തിയും ഒന്നാകലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോട് സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തി പരമാത്മജ്ഞാന തൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനീ സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാനിൽ ഉറച്ചു ചമഞ്ഞീടും. മനസ്സേ വികൽപ്പങ്ങൾ ഏതുമേ ഉണ്ടാകില്ല. ആത്മാവാകുന്നതെന്തോന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ. ദേഹപ്രാണബുദ്ധ്യഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നു മേലെ മാനമില്ലാതെ പരമാത്മാവുതാനീ വേറെ നിൽപ്പിതു ചിദാത്മാവ് ശുദ്ധമവ്യക്തം ബുദ്ധം തൽപദാത്മാജ്ഞാനിയ തൊൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞീടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ. ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ട് തന്നെ. ജ്ഞാനേതെന്നറിവിനോ സാധനമാകിയാലേ സർവത്ര പരിപൂർണനാത്മാവുചിതാനന്ദൻ സർവസന്ധാർഗതന പരിശ്ചേദ്യനല്ലോ. ഏകനദ്വയൻ പരനവ്യൻ ജഗന്മയൻ യോഗേശന ജനകരാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദി ലക്ഷ്മണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യോപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനാം ജ്ഞാനമാചാര്യ ശാസ്ത്രോപദേശൈക്യജ്ഞാനം ആത്മാത്മനോരേവം ജീവപര്യോർമൂലാ വിദ്യ ആത്മനീ കാരുണ്യകാരണങ്ങളും കൂടി ചേർന്നു ലയിച്ചിടുമ്പോഴുള്ളൊരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പാത്മാവുന്നീ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപമേതുള്ള വണ്ണമേ പറവാനുവിതരുവാനുമുള്ള നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാതവർക്ക് എത്രയും ദുർലഭം കേൾ. മൽഭക്തി കൊണ്ട് തന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകലും കാൺമതിനുണ്ട് പണി. രാത്രിയിൽ തന്റെ പദം ദീപമുണ്ടെന്നാകിലോയേ നേരുള്ള വഴി അറിഞ്ഞിടാവിധം വണ്ണമി. ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരും. ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവ് നൂനം. ഭക്തിയും കാരണവും എന്തോന്ന് കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമതും മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകാദശാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നീ സാധിച്ചു കൊള്ളുകയും അഥ പൂജയും വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമർദ്ദ വിപ്രാണം കൊടുക്കുകയും അഥ മൽകഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുത മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതിമിദ്ധമെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്കൊക്കെയും നിരന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ. ഭക്തിയുക്തനും വിജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയോ വരും.
മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാലുക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ. വ്യക്തവ്യമല്ല നൂനം എത്രയും ഗുഹ്യം മമ. ഭക്തന്മാർ കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചീലെന്നാകിലും വ്യക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിതു നിത്യമായി പാഠം ചെയ്യില്ല ജ്ഞാനമകന്നു പോവും. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്ത സംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത്തിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.